നികുതികൾ, നികുതി ഇളവുകൾ, സംശയങ്ങൾ ഏതുമാകട്ടെ, മറുപടി ടാക്സ് ടോക്കിലൂടെ. നികുതി വിദഗ്ധനായ ജോസഫ് വർഗീസ് മറുപടി പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീ ദാമോദരൻ നായർ ഉന്നയിച്ചിരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നികുതി ലാഭിക്കാൻ, ആദായ നികുതി ലാഭിക്കാൻ ഉപയോഗപ്പെടുന്ന സമ്പാദ്യ പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ്. കുറച്ച് കാര്യങ്ങളെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി. ബാക്കിയുള്ളവ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിൽ 80C തന്നെ തുടരാം. ഭവന വായ്പ തിരിച്ചടവും മറ്റ് ചെലവുകളും ആണ് നമുക്കിപ്പോൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി വകുപ്പ് 80C നികുതി ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഭവനം സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ചെലവായ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, മറ്റു ചെലവുകൾ എന്നിവയ്ക്ക് കിഴിവിന് അർഹതയുണ്ട്. ഇനി അടുത്തൊരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു സമ്പാദ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് 100, 500, 1000, 5000, 10000 രൂപ എന്നിങ്ങനെയുള്ള മുഖവിലേക്ക് ലഭ്യമാണ്. കിഴിവ് ഇതിനും 80C പ്രകാരമുള്ള വാങ്ങിക്കുന്ന തുകയ്ക്ക് 80C പ്രകാരമുള്ള കിഴിവിന് അർഹതയുണ്ട്. ഈ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രതിവർഷം 8% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കി 6 വർഷത്തെ കാലാവധിക്ക് ശേഷം ഒന്നിച്ച് ലഭിക്കും. നിലവിലുള്ള നിരക്ക് പ്രകാരം 1000 രൂപയുടെ നിക്ഷേപം കാലാവധിക്ക് ശേഷം 1601 രൂപയായിത്തീരും. NSCയുടെ കാലാവധി 6 വർഷമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ വർഷാവർഷം ആ മുതലിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന പലിശയും അതൊരു റീഇൻവെസ്റ്റ്മെൻ്റായിട്ട് കണക്കാക്കി ഒരു പുനർനിക്ഷേപത്തിൻ്റെ മായി കണക്കാക്കി വകുപ്പ് 80C തന്നെ പരിഗണിക്കപ്പെടും. പക്ഷേ ഇങ്ങനെ പരിഗണിക്കപ്പെടുന്ന പലിശ നമ്മുടെ മറ്റു വരുമാനത്തിലും കൂടെ ചേർക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ നികുതി ബാധ്യത, പലിശയ്ക്ക് നികുതി ബാധ്യത ഉണ്ടെങ്കിൽ തന്നെ TDS ഇല്ല. സർട്ടിഫിക്കറ്റുകൾ കാലാവധിക്ക് മുൻപ് പിൻവലിക്കാനാവില്ല. അതേസമയം ഈ സർട്ടിഫിക്കറ്റുകൾ പണയം വെച്ച് ബാങ്കുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പണയം വെച്ച് നമുക്ക് കടമെടുക്കാനുള്ള ഒരു വ്യവസ്ഥ കൂടെ, നമുക്ക് ഒരു പ്രത്യേകത കൂടെ ഈ സർട്ടിഫിക്കറ്റിനുണ്ട്. ഇനി അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അതും വകുപ്പ് 80C പ്രകാരം തന്നെ ആണ്. ചെറുപ്പക്കാർക്ക് വളരെ യോജിച്ച ഒരു പദ്ധതിയാണിത്. കാരണം ഇതിൻ്റെ കാലാവധി 15 വർഷം എന്ന നീണ്ട കാലാവധിയാണ്. അപ്പോൾ ഇപ്പോഴേ തന്നെ തുടങ്ങിയാൽ ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനമെടുക്കാൻ സാധിക്കും. അതേസമയം പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഈ 15 വർഷം എന്നുള്ള ഒരു വലിയൊരു കടമ്പ തന്നെയാണ്. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ നിക്ഷേപത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ തുക 1000 രൂപയും ഒരു സാമ്പത്തിക വർഷത്തിലെ കൂടിയ പരിധി 1 ലക്ഷം രൂപയുമാണ്. ഇത് കഴിഞ്ഞ ഇടവരെ 70,000 രൂപയായിരുന്നു എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. 8% കൂട്ടുപലിശ പൂർണ്ണമായും നികുതി വിമുക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, NSCയിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നികുതി ബാധ്യതയുണ്ട്. അതേസമയം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശ പൂർണ്ണമായും നികുതി വിമുക്തമാണ്. ഒന്നിച്ചോ വർഷത്തിൽ 12 പ്രാവശ്യത്തിൽ കൂടാത്ത തവണകളായോ നിക്ഷേപം നടത്താം. ആദായ നികുതി ലാഭിക്കാൻ ഉതകുന്ന സമ്പാദ്യ പദ്ധതികളെ പറ്റിയുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നമ്മൾ ഇതുവരെ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ്. ഇനിയും അതേപ്പറ്റി ബാക്കിയുള്ള ചർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം.